സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഖുതുബുസ്സമാൻ മുമ്പറത്തെ തങ്ങളുപ്പാപ്പയുടെയും ഖാസിം വലിയുല്ലാഹിൽ കവരത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും ഇതുപോലെ ഈ മാസം വഫാത്തായ എല്ലാ മഹാന്മാരുടെയും ഹളറത്തിലേക്ക് നമ്മൾ ചൊല്ലിയ മദ്ഹിന്റെ വരികൾ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ വടക്കിനിയടുത്ത് അഹമ്മദ് കുട്ടിവല്ല എന്ന് പറയുന്ന മഹാനവറുകൾ വഫാത്തായത് മുഹറം 7 അന്നാണ്. അതായത് അമ്പറത്തെ പാപ്പ വഫാത്തായ അതേ ദിവസം മഹാനവറുകള് തൃത്താലയിൽ ദർസ് നടത്തുന്ന സമയത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹത്തിന് വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മമ്പറത്തെ തങ്ങൾ വഫാത്താകുന്ന അന്ന് തന്നെ വഫാത്താണ്. അവരുടെ ഒരു ഖൽബിന്റെ ഒരു അടങ്ങാത്ത ആഗ്രഹം അവര് വലിയ ആലിമും വലിയ ആബിദുമായ ആ മഹാൻ സൈബർ പടപ്പാട്ട് മുർസൽ മാല, അതുപോലെ ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങളുടെ മകന് ബ്രിട്ടീഷുകാർ നാടുകടത്തിയ ബഹുമാനപ്പെട്ട ഫളുൽ തങ്ങൾ, അവരെ കുറിച്ചുള്ള ഫളുൽ മാല അടക്കം 15ഓളം ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ആ വലിയ മഹാനുഭാവൻ വഫാത്തായ മാസം ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മമ്പുറം മാല ചൊല്ലണം. അവരെ തവസ്സുൽ ബൈത്ത് ചൊല്ലണം. ബറക്കത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രം പറയാം. 17ാമത്തെ വയസ്സിലാണ് തന്റെ അമ്മാവന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങളും അടക്കമുള്ള തന്റെ 2 അമ്മാവന്മാര് ഇവിടെ കേരളത്തിലായതുകൊണ്ടും യമനിൽ താമസിക്കുന്ന, യമനിൽ ജനിച്ച യമൻകാരനായ ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങള് 17ാമത്തെ വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. മഹാനവറുകൾ ഇവിടെ കേരളക്കരയിൽ വരുന്നു. ചരിത്രം പറയുന്നു, മഹാനവറുകൾ വന്ന ആദ്യ വെള്ളിയാഴ്ചയാണ്. മഹാനവറുകൾ വന്ന രാത്രി മമ്പറത്തുകാരൊക്കെ അന്തം വിട്ടുപോയ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യ വെള്ളിയാഴ്ചയാണ് ജുമാ നടക്കുന്ന സമയത്ത് മഹാനവറുകൾ നിസ്കരിക്കാതെ ഇപ്പുറത്തേക്ക് മാറി നിന്ന് ളുഹർ നിസ്കരിച്ചു. നാട്ടുകാരിടയിലൊക്കെ അഭിപ്രായ ഭിന്നതയും ചില ആളുകൾ തങ്ങൾക്ക് അനുകൂലമായി ചിലർ പ്രതികൂലമായി ഒക്കെ സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നിസ്കാരത്തില് കാളക്കച്ചവടം ചെയ്യുന്ന ആളെ തുടരാൻ എന്നെ കിട്ടൂല. അപ്പോ ആ പള്ളിയിൽ തിരുരങ്ങാടിയിലെ പള്ളിയിൽ ഖതീബായിരുന്ന ബഹുമാനപ്പെട്ട ഖാദിയാര് മഖ്ദൂമി അവര് പറഞ്ഞു അത് നിങ്ങള് തങ്ങളോട് ഒച്ചുണ്ടാക്കേണ്ട, സംഗതി ശരിയാണ്. എന്റെ ഭാര്യ സുഖമില്ലാതെ കിടപ്പിലാണ്. അപ്പൊ അവര് സ്ഥിരമായി അവർക്ക് ഒരു ഔഷധമായി പശുവിന്റെ പാല് കുടിക്കണം. അതിന് ഒരു പയ്യനെ വാങ്ങണം എന്ന ആഗ്രഹം എനിക്ക് വീട്ടിൽ നിന്ന് പോരുമ്പോ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന ആളെടുത്തുണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ മനസ്സിൽ കരുതിയ ആള് ഞാൻ പൊത്തുപോകും എന്റെ നേരെ മുമ്പിലുണ്ട്. അപ്പൊ ഞാൻ നിസ്കരിച്ചാൻ ചെന്നപ്പോ എന്റെ ചിന്ത ഞാൻ നിസ്കാരം ദുആക്ക് കഴിയുമ്പോൾ അയാളെ പോയി പോവോ, അയാളെ ഇന്നത്തെ പോലെ വാട്സപ്പ് സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അയാള് പോയാല് അപ്പൊ അയാളെ പോയി പോവോ എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നതാണ്.
അതാണ് തങ്ങളാ പറഞ്ഞത് വസ്തുവിനെ പോലെ കാമാഞ്ഞാൻ നിങ്ങളെ കൽബാഗമെന്നോവർ സമദാനി ജീനാ മിൻ ആഫാത്തിയാ ഔദുവാർ ضيائلهنا عن غوث قطبنا يا مولا ذويلا فضنا بأيدينا. വളരെ രസകരം. ഒരുപാട് കറാമത്ത് ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങൾ അതിൽ നമ്മൾ മാലയിൽ ഒരുപാട് കറാമത്തുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ പറയില്ല. നിങ്ങൾക്ക് പാടിയാനും മനസ്സിലാവും. വളരെ ലളിതമാണ് മമ്പറമാല. വളരെ ലളിതമായിട്ടാണ് മമ്പറമാല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം രണ്ട് കറാമത്ത് ബർക്കത്തിന് വേണ്ടി പറയാം. മമ്പറത്ത് തങ്ങളെ കാലത്ത് ഒരു വീട്ടിലൊരു കല്യാണം നടന്നു. അങ്ങനെ അന്നത്തെ രാത്രിയില് രണ്ട് കള്ളന്മാര് വീട്ടിന്റെ ഉള്ളിൽ കയറി കട്ടിലിന്റെ ഉള്ളിൽ ഒളിച്ചു. അങ്ങനെ ഈ ദമ്പതികള് അവര് ഉറങ്ങിയ സമയത്ത് ഇവര് ആഭരണം മോഷ്ടിച്ചിട്ട് പോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഭർത്താവ് മൂത്രയിക്കാൻ വേണ്ടി എണീറ്റ് പുറത്തു പോയി മൂത്രമൊഴിച്ചു വന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോ സ്വർണം കാണാൻ. അങ്ങനെ അവിടെ ഭയങ്കര ചർച്ചയായി. ആരാണ് വന്നത്, ആരാണ് എടുത്തതെന്ന് യാതൊരു പിടുത്തമില്ല. അപ്പൊ ഭാര്യയ്ക്കും അറിയില്ല ആരെങ്കിലും ഇവിടെ വരുന്നതോ പോകുന്നതോ കണ്ടിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഭർത്താവ് പുറത്തു പോയാണ്ട് വരുന്നത് ഞാൻ കണ്ടിരുന്നു. പുതിയെണ്ണ് പറഞ്ഞു മാപ്പിള പുറത്തു പോയി വരുന്നത് കണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു അയാൾ തന്നെയാണ്, പുതിയാപ്പിള തന്നെയാണ് എടുത്തതെന്നുള്ള വർത്താനം. ഭയങ്കര വിഷയം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ബോംബെക്കാരനായ ഒരു ജ്യോത്സ്യൻ, ഒരു പട്ടാണി, അയാള് ഈ കളവ് പോയ സാധനമൊക്കെ എടുത്തു കൊടുക്കുന്നതിൽ ഭയങ്കര ഫേമസ് അയാളായിരുന്നു. അയാളുടെ അടുത്തെത്തിയപ്പോ അയാള് മാപ്പിള ചൂണ്ടിട്ട് പറഞ്ഞു ഇജന്നെ എടുത്തു. അയാൾക്ക് അയാളെ കാര്യം നടന്നാൽ മതിയല്ലോ. അയാള് പറഞ്ഞു ഇജന്നെയാണ് എടുത്തത്. അപ്പൊ ഈ പട്ടാണി ബോംബെക്കാരൻ ഒരുപാട് ഇതുപോലെ പറഞ്ഞതും കേട്ടതൊക്കെയാണ്. അങ്ങനെ ഭയങ്കര വിഷയമായി പ്രശ്നമായപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് മമ്പറത്തെ തങ്ങൾ എടുത്തു പോയിട്ട് സത്യം തെളിയിക്കണം. അത് കേട്ടപ്പോ ഈ പട്ടാണി പറയാണ് ഏത് മമ്പറത്തെ തങ്ങള് ഈ അയാളെടുത്ത് പോയിട്ട് ആ സ്വർണ്ണറ്റ കിട്ടുകയാണെങ്കിൽ അതിന് ഒരു മണി എനിക്കും കൊണ്ടുവരണ്ടിട്ടോ എന്ന് പറഞ്ഞു തങ്ങളെ കളിയാക്കിക്കൊണ്ട്. ഏതായാലും ഭർത്താവിന്റെ വാശി കൊണ്ട് എല്ലാവരും മമ്പറത്തെ തങ്ങളെടുത്തു പോയി. ബഹുമാനപ്പെട്ട തങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ തലയാത്തി ഇരുന്നിട്ട് ആ പറയപ്പെട്ട രണ്ടാളുകളെ പറഞ്ഞു കൊടുത്ത് അവരങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾ പറഞ്ഞ രണ്ടാളെ തങ്ങളെ മുമ്പിൽ ഹാജറാക്കി. നമ്മൾ മമ്പറത്തൊക്കെ സിയാറത്തിന് പോകുമ്പോൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ രണ്ടാളെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുമ്പിൽ ഹാജറാക്കിയിട്ട് പറഞ്ഞു എടുക്കടാ സ്വർണം. അവര് പറഞ്ഞു ഏത് സ്വർണം ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം തങ്ങൾ നടന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. കല്യാണം നടന്ന രാത്രിയിൽ നിങ്ങൾ അവിടെ കയറിയില്ലേ, നിങ്ങൾ രണ്ടാളും എടുത്തില്ലേ, ഇന്നാലിനെ പാറപ്പുറത്ത് പോയിട്ട് നിങ്ങൾ അത് ഓഹരി വെച്ചില്ലേ എന്നത് വരെ എല്ലാ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോ രണ്ടാളും കറക്റ്റായി വീതിച്ചെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം അവര് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവര് സ്വർണം കൊണ്ടുവന്നപ്പം ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇതാ ഇതിമെന്ന് ഒരു മണി കാണാനല്ലോ, ഇതിമെന്നൊരു മണി കാണാനല്ലോ.
അപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട്. തങ്ങൾ പറഞ്ഞു ഇല്ല, നിങ്ങൾ ആ ഓരി വെച്ച സ്ഥലത്ത് ഇതിമ്മന്നിൽ നിന്നുള്ള ഒരു മണി കൊഴിഞ്ഞാടിയിട്ടുണ്ട്. അവര് പോയി ആ പാറപ്പുറത്തിന്റെ ഭാഗത്ത് അവര് പോയി ആ ഒരു ചെറിയ കഷ്ണം കിട്ടി തങ്ങളെ കയ്യിൽ കൊണ്ടുകൊടുത്തപ്പോ പറഞ്ഞു ഇതാ പട്ടാണിക്ക് കൊണ്ടുകൊടുത്തളാ. സ്വർണം കിട്ടിയാ കൊണ്ടുവരേണ്ടി പറഞ്ഞല്ലേ, ഇത് അവനെ കൊണ്ടുകൊടുത്തളാ. അവര് അകക്കാഴ്ചയുള്ളവരാണ്, ഖുതുബുസ്സമാനാണ്. പടച്ചവനെ, ബഹുമാനപ്പെട്ട തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാ.